അമ്മയുടെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. എങ്കിലേ എനിക്ക് വിശ്വാസമാവും. അമ്മ എനിക്ക് ജനിച്ച കുഞ്ഞല്ലേ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അമ്മ എന്റെ സ്വന്തം കുഞ്ഞല്ലേന്ന്. എന്താ മോളെ നീ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അമ്മ നിന്റെ മോളല്ലാതെ പിന്നെ? അമ്മക്കെന്താ അത് ഉറപ്പിച്ചു പറയാൻ ഇത്ര വിഷമം? പ്രസവ ദിവസം ആ ഹോസ്പിറ്റലിൽ നടന്ന എന്താണെന്ന് എനിക്കറിയണം. എനിക്കത് അറിഞ്ഞേ പറ്റൂ. എനിക്ക് ജനിച്ചത് ആൺകുഞ്ഞായിരുന്നില്ലേ? അല്ലെന്ന്. അപ്പോ എന്നെ ചതിക്കായിരുന്നല്ലേ? അമ്മയാണ് ഇതിന് പിന്നിലെന്ന് ശശിയേട്ടൻ പറഞ്ഞപ്പോ അതൊക്കെ കള്ളമായിരിക്കണേന്ന് സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചവളാ ഞാൻ. പക്ഷേ ഇപ്പൊ എനിക്കെല്ലാം ബോധ്യായി. അങ്ങനെയല്ല മോളെ, നിനക്ക് പറഞ്ഞ ആൺകുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. ആ കുഞ്ഞിനെയും കൊണ്ട് നീ ശശിയുടെ വീട്ടിലേക്ക് എന്നാ